അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം അജയ്. അപ്പം എല്ലാവരും ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. നമ്മളും അതെ ആഘോഷങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ സന്തോഷമുണ്ട്, എന്നാൽ ഉള്ളിലൊരു അമർഷമുണ്ട്, നമുക്കൊരു ദേഷ്യമുണ്ട്. ഒരു വീഡിയോ കാണാനിടയായി. എന്ന് വെച്ചാൽ ഒരു മുസ്ലിം മതത്തിലെ ഒരു പ്രധാനപ്പെട്ട ആളായതുകൊണ്ടായിരിക്കുമല്ലോ അയാൾ സദസ്സിൽ നിന്ന് സംസാരിക്കുന്നത്. അയാൾ പറയുന്നുണ്ട് ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ ക്രിസ്മസ് ആഘോഷിക്കാൻ മുസ്ലിങ്ങൾക്കാണ് താല്പര്യം, അല്ലെങ്കിൽ മറ്റ് മതസ്ഥർക്കാണ് താല്പര്യം എന്ന്. ഞാൻ ചോദിക്കട്ടെ, എന്താണ് കുഴപ്പം? നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അത് നമുക്ക് അമർഷമുള്ളൊരു കാര്യം. സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അയാളുടെ ഈ പന്നത്തരത്തിന് അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്ത് വെക്കുന്നത് മുസ്ലിം സമുദായത്തിലെ കാര്യവിവരോ ബോധമുള്ള ആൾക്കാരാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെ എതിർത്ത് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഈ നാട്ടിൽ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് സ്നേഹത്തിലും സന്തോഷത്തിലും കഴിഞ്ഞ് പോകുന്നതിൽ തനിക്ക് എന്താണ് കുത്തിക്കിഴപ്പ്? തനിക്ക് എന്താ പ്രശ്നം? എന്താ തൻ്റെയൊക്കെ മനസ്സിൽ എന്താ? ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി മതവും തിരിഞ്ഞ് തമ്മിൽ തല്ലി ചാകണം എന്നുള്ളതാണോ? അതിന് താൻ വേറെ വല്ലയിടത്തും പോലെ തൻ്റെ കുടുംബത്തിൽ കാണിക്കുക. അത് നാട്ടുകാരിലോട് ശ്രദ്ധിക്കണം, നാട്ടുകാരുടെ ഭാഗത്തിലേക്ക് ശ്രദ്ധിച്ചിടണ്ട. ആൾക്കാർ സന്തോഷത്തോടെ സമാധാനത്തോടെ സ്നേഹത്തോടെയും കഴിഞ്ഞുകൂടി പോട്ടെ. തന്നെപ്പോലുള്ള വിഷങ്ങൾ ഇതിനകത്ത് ഇറങ്ങരുതേ കുത്തിരിപ്പായിട്ട്. ഇവിടെ തനിക്കൊക്കെ ഉണ്ടാകാൻ പോകുന്ന മക്കളിലൊക്കെ താൻ ഉണ്ടാകാൻ പോകുന്നില്ല, ഉണ്ടായിരിക്കുന്ന മക്കളിലും ആൾക്കാരിലൊക്കെ തനിക്ക് സ്വാധീനമുള്ള ആൾക്കാരൊക്കെ താൻ എന്തോരം വിഷം കുത്തി നിറച്ചിട്ടുണ്ടാവും. അത് ഈ കൂട്ടത്തിൽ മാത്രമല്ല, ഇവിടെ എല്ലാ കൂട്ടത്തിലും ഉണ്ട്. അവരുടെ എല്ലാമായിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അത് കണ്ടപ്പോൾ ശരിക്കും ബുദ്ധിമുട്ട് തോന്നി. പക്ഷേ അതിനടി വന്നിട്ട് കമൻറ്റുകൾ വായിച്ചപ്പം ക്രിസ്മസ് ആശംസകൾ നേരരുത് എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ക്രിസ്മസ് ആശംസകൾ നേർന്നിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങളാണ്. അതിനൊക്കെ ഞാൻ കുത്തിയിരുന്ന് തിരിച്ച് നന്ദി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളാണ്. ഞാൻ ഓണം ആഘോഷിക്കാറുണ്ട്. ഞാൻ പഠിച്ചതൊരു മുസ്ലിം വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലാണ്. ഞാൻ അവരുടെ കൂട്ടത്തിൽ അവരുടെ പെരുന്നാളും നോമ്പ് തുറക്കി അവരുടെ വീട്ടിൽ പോയി ആഹാരം കഴിച്ചിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ കൂടിയ ഭാഗം മുസ്ലിംസ് ആയിരുന്നു. ഇപ്പോഴും അതെ, അവരെല്ലാം എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. നിങ്ങൾ ഈ നാട്ടിലോട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നിങ്ങൾ തന്നെ വേണം ഇതുപോലെയുള്ള നാറികളെ ഒഴിവാക്കി നിർത്താൻ. കടുപ്പിച്ച് തന്നെയാണ് പറയുന്നത്. അതുപോലെ ബുദ്ധിമുട്ടുകൊണ്ട് കേട്ടോ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞാൽ അതിന് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച എല്ലാവർക്കും, നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആ വിശ്വാസത്തോട്ട് വരണം എന്നല്ല അതിനർത്ഥം. ആ സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേരുന്നു, അത്രയേ ഉള്ളൂ. അതെന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ലോകത്തുള്ള എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും, എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്.